ഡിയേഴ്സ് വെൽക്കം ടു റേസേഗൺ. ഞാൻ നിങ്ങളുടെ സ്വന്തം രചന മിസ്. അപ്പം മക്കളെ, നമ്മുടെ 8ാം ക്ലാസ്സിന്റെ മലയാളം എക്സാം അടുക്കാറായല്ലേ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നനയാത്ത മഴ എന്ന പാഠഭാഗത്തിൽ നിന്നും എന്തായാലും 4 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദ്യം വരുന്ന ഒരു പാഠമാണ് നനയാത്ത മഴ. അപ്പോൾ ഇത് എഴുതിയത് നമ്മുടെ പ്രിയ AS ആണ്. നനയാത്ത മഴ, എല്ലാവരും മഴ നനയാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ നമ്മുടെ പ്രിയ ASന് ബാല്യകാലത്ത് ചില അസുഖങ്ങൾ കാരണം അവർക്ക് ആ ഒരു മഴ അല്ലെ, ബാല്യകാലത്ത് നമ്മൾ ഏറെ ആസ്വദിക്കുന്ന ആ ഒരു മഴ അത്രയധികം ആസ്വദിക്കാൻ പറ്റിയിരുന്നില്ല. അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബന്ധു അല്ലെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്നായിരുന്നു മഴ. പക്ഷെ ആ മഴയെ അവരുടെ അസുഖം കാരണം അവർക്ക് അത്ര അധികം ആസ്വദിക്കാൻ പറ്റാത്ത ആ ഒരു ദുഃഖം നിറഞ്ഞിട്ടുള്ള, സങ്കടം നിറഞ്ഞിട്ടുള്ള ഒരു ഓർമ്മയാണ് അവരിവിടെ നനയാത്ത മഴ എന്ന പാഠഭാഗത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പൊ ഇതിലെ ചോദ്യങ്ങളിലേക്ക്, അപ്പൊ എന്താണ് ഈ ഒരു കഥ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ. നമ്മുടെ പ്രിയ ASന്റെ ഒരു ബാല്യകാലത്ത് ഉണ്ടായിരുന്ന അവരുടെ അത്രയ്ക്ക് നഷ്ടബോധമാണ്, അവർക്ക് അത്ര ഇഷ്ടപ്പെട്ട മഴ നനയാൻ പറ്റിയിരുന്നില്ല അവരുടെ അസുഖങ്ങൾ കാരണം എന്ന് പറയുന്ന അവരുടെ ആ ഒരു സങ്കടമാണ് ഈ ഒരു അനുഭവക്കുറിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതിന് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ പഠിച്ചു വെക്കണം. 4 മാർക്കിന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എഴുതുക: പ്രിയ ASന്റെ നനയാത്ത മഴ എന്ന ഓർമ്മക്കുറിപ്പ് ബാല്യ കൗമാര നനവുള്ള ഒരു ഓർമ്മ തന്നെയാണ്. ഹൃദയത്തിലെ ആർദ്രതയുടെ നേർചിത്രമാണ്, ആ അലിവിന്റെ നേർചിത്രമാണ് ഏത്? നമ്മുടെ നനയാത്ത മഴ. ബാല്യം ഒരു മനുഷ്യനിൽ സമ്മാനിച്ചു പോയ പൂക്കാലത്തെ ഓർമ്മയിലൂടെ തലോടാൻ കഴിയുമ്പോൾ അയാളിൽ നിന്ന് വാർദ്ധക്യവും അനാരോഗ്യവും വഴിമാറും. കഥാകാരിയുടെ മനസ്സിലും മഴ ഇതളുകളായി പെയ്തുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാം. ഇതൊന്ന് നിങ്ങൾ എഴുതി പഠിക്കുക. 4 മാർക്കിനൊക്കെ ചോദ്യം വരുന്ന സമയത്ത് ചെറിയൊരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ ഒക്കെ ആയിട്ട് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചോദ്യത്തിന് ഉത്തരം നൽകുക. ഇനി വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് പ്രിയ AS മഴയെ ബന്ധുവായിട്ട് കാണുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതും? ഏകാന്തമായ മനസ്സിനെ മഴയുടെ സാന്നിധ്യം സാന്ദ്രമാക്കിയതായി കഥാകൃത്ത് ഓർമ്മിക്കുന്നു. വേറെ ഏത് ബന്ധുവിനേക്കാളും കഥാകൃത്ത് ഇഷ്ടപ്പെടുന്നത് മഴ ബന്ധുവിനെയാണ് എന്ന് പറയുമ്പോൾ ആ സ്നേഹബന്ധത്തിന്റെ ഗാഢതയെ തിരിച്ചറിയാവുന്നതാണ്. പോകാൻ തുനിയുമ്പോൾ വേണ്ട, പോകണ്ട, ഇത്തിരി നേരം കഴിഞ്ഞു പോയാൽ മതി എന്ന് പറയാൻ കഴിയുന്ന സ്നേഹശാഠ്യത്തിനു മുന്നിൽ മഴ പോലും തോൽക്കുന്നു. രോഗങ്ങൾ കഥാകാരിയെ മനസ്സിൽ നിന്ന് അകറ്റുമ്പോഴും വീണ്ടും വീണ്ടും തൊടാൻ തുനിയുന്ന ഇഴയടുപ്പമുള്ള മനോഹരമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇവിടെ. മഴയുടെ സംഗീത വിരുന്ന്, എന്തൊക്കെയാ പറയുന്നത്? മഴയുടെ സംഗീത വിരുന്ന്, വെള്ളിനൂലുകളാൽ ഇറയത്ത് തോരണം തൂക്കി വീടിനെ കല്യാണ വീടാക്കുന്ന മഴവിദ്യ, മനസ്സിലേക്ക് വീഴുന്ന മഴയുടെ പവിഴമല്ലിപ്പൂക്കൾ തുടങ്ങിയ പ്രയോഗങ്ങൾ മഴയുടെ പ്രണയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മഴയുടെ പ്രണയത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. മഴയുടെ പവിഴമല്ലിപ്പൂക്കൾ എന്നൊക്കെ പറയുന്നത് ആ മഴയോടുള്ള പ്രിയ ASന്റെ ആ ഒരു ഇഷ്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുത്തച്ഛനോടൊപ്പം പൂക്കളം തീർക്കുമ്പോഴും സ്കൂളിലേക്കുള്ള യാത്രാ വഴിയിലും മഴ തനിക്ക് അനുഗ്രഹമായിരിക്കുകയായിരുന്നു എന്ന് കഥാകൃത്ത് ഓർക്കുന്നു. ദിവസേന 4 മഴകൾ തനിക്ക് സ്വന്തമാക്കിയതിന്റെ നിർവൃതി അവർ ഇപ്പോഴും അനുഭവിക്കുന്നു. എങ്ങനെയാ 4 മഴ? അതായത് രാവിലെ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഒരു യൂണിഫോം ഇടല്ലോ, അത് പോകുന്ന വഴിക്ക് നനയും. അങ്ങനെ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് ഉണ്ണാൻ വരുന്ന സമയത്ത് അപ്പോഴും ഒരു മഴ പെയ്യും, അതിലും വസ്ത്രം നനയും. അങ്ങനെ വീട്ടിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് വസ്ത്രം മാറി വീണ്ടും പോകും അല്ലെ. അങ്ങനെ വീണ്ടും വസ്ത്രം മാറും. ഇങ്ങനെയാണ് മഴ നിറങ്ങൾ ആകുന്നത് അല്ലെങ്കിൽ വസ്ത്രങ്ങളുടെ നിറങ്ങളായിട്ട് മാറുന്നത്. ഇങ്ങനെയാണ് മഴ കൊള്ളുന്ന സമയത്ത് അവര് വസ്ത്രം മാറുന്നു. അതുപോലെ തന്നെ 4 മഴ സ്വന്തമായി എന്ന് പറയുന്നത് സ്കൂളിലേക്ക് പോകുമ്പോഴും ഉച്ചയ്ക്ക് വീണ്ടും വീട്ടിലേക്ക് പോകുമ്പോഴും വീണ്ടും വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോഴും വൈകുന്നേരം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്തും ഇങ്ങനെയാണ് 4 മഴ ആർക്ക് സ്വന്തമായത്? നമ്മുടെ പ്രിയ ASന് സ്വന്തമായത്. വർണ്ണങ്ങൾ മിന്നിമറയുന്ന അന്നത്തെ കുഞ്ഞുടുപ്പിനും, അതാണ് വർണ്ണങ്ങൾ മിന്നിമറയാന്ന് പറയുന്നത്. കാരണം സ്കൂളിലേക്ക് പോയി വരുന്ന സമയത്തിന് ഇടയിൽ ഒരു 2-3 തവണയെങ്കിലും നമ്മുടെ പ്രിയ AS വസ്ത്രം മാറുമായിരുന്നു. അതാണ് വസ്ത്രങ്ങളുടെ മിന്നിമറയുന്ന അന്നത്തെ നിറം എന്ന് പറയുന്നത്. മഴവില്ല് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഓർത്തെടുക്കുമ്പോൾ മഴ വീണ്ടും വീണ്ടും തന്നിലേക്ക് അടുക്കുന്നതായി എഴുത്തുകാരിക്ക് അനുഭവപ്പെടുന്നു. ഇങ്ങനെ മഴ നമ്മുടെ പ്രിയ ASന് അത്ര അധികം ബാല്യകാലത്ത്
പ്രാധാന്യമുള്ളത് കൊണ്ടാണ് മഴയെ ബന്ധുവായിട്ട് ഇവിടെ ചിത്രീകരിക്കുന്നത് എന്ന് പറഞ്ഞോളണം. ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് എഴുതിക്കൊള്ളണം, പ്രയോഗങ്ങൾ എടുത്തെഴുതണം. പിന്നെ അതുപോലെ തന്നെ പ്രിയായസിന് 4 മഴ സ്വന്തമായത് പറഞ്ഞോളണം, മുത്തശ്ശനുമൊപ്പം പൂക്കളം തീർക്കുന്ന സമയത്ത് മഴ വരുന്ന ആ ഒരു അനുഭവം പറഞ്ഞോളണം. ഇങ്ങനെ എല്ലാ തരത്തിലും എന്താണ് അന്നത്തെ കാലത്ത് പ്രിയായസിന്റെ ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ എന്താണ് ഏറ്റവും അടുത്തൊരു ബന്ധുവിനെ പോലെ ആയിരുന്നു മഴ എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ എഴുതിക്കൊള്ളണം. ഓക്കെ, എന്തായാലും വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, വായിച്ചു പഠിച്ചോളണേ. അടുത്തൊരു ചോദ്യം നോക്കിയടാ, പ്രയോഗ ഭംഗിയാണ്. അതായത് ഈ പ്രയോഗത്തിന്റെ ഭംഗി എന്താണ്, ഈ പ്രയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ ഭംഗി ഏതാണ്? പ്രയോഗ വാക്ക് മഴയുടെ വെള്ളി നൂലുകൾ വീടിന് ചുറ്റും തോരണങ്ങൾ തൂക്കുന്നത് പോലെ. അല്ലെ, മഴ കൊണ്ട് എന്താണ് അല്ലെ വെളുത്തങ്ങനെ നൂല് പോലെ ഒരു തോരണം തൂക്കുക. അതായത് നമ്മളൊക്കെ എന്താ പറയുന്നത്, എന്തെങ്കിലും ഫെസ്റ്റിവൽ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ആഘോഷവേളകളിൽ നമ്മൾ ഇങ്ങനെ തോരണം തൂക്കിയിടാറുണ്ട് അല്ലെ, ആ കളറിന്റെ പേപ്പർ. അപ്പോൾ അങ്ങനെ തൂക്കിയിടുന്നത് പോലെയാണ് ഒരു വെള്ള നൂല് പോലെ മഴകൾ ഇങ്ങനെ ഓട്ടിന്റെ പുറത്തു നിന്നും വെള്ളം വീഴുന്ന സമയത്ത് ഒരു നൂല് പോലെ ആ വീടിനെ അലങ്കാരമാക്കിയതുപോലെ പ്രിയായസിന് തോന്നുന്നു. ഒന്നാമത്തെ പ്രയോഗം അതാണ്. രണ്ടാമത്തേത് എന്താണ്? മഴയത്ത് ഉതിരുന്ന പവിഴമല്ലിപ്പൂക്കൾ അല്ലെ മുറ്റത്തേക്കല്ല ഉയിരിലേക്കാണ് വീഴുന്നത്. അതായത് മരങ്ങളിൽ പെയ്യും അല്ലെ, മഴ പെയ്യുന്ന സമയത്ത് മരങ്ങളിൽ പെയ്യും. ഇവിടെ എന്താണ് പവിഴമല്ലിപ്പൂക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് മഴത്തുള്ളികളെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? മഴയുടെ സൗന്ദര്യം എഴുത്തുകാരിയുടെ മനസ്സിലുണ്ടാക്കിയ ചിത്രം വാക്കുകളിലൂടെ വായനക്കാരിലേക്ക് എത്തിക്കുന്ന പ്രയോഗമാണിത്. ഓടിട്ട വീടിനു മുകളിൽ പെയ്യുന്ന മഴ ഓടിറമ്പത്തിൽ താഴേക്ക് പതിക്കുന്ന കാഴ്ചയാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വെളുത്ത നിറത്തിൽ ഒരേ വലിപ്പത്തിൽ തുടർച്ചയായി വീഴുന്ന മഴത്തുള്ളികൾ കാണുമ്പോൾ കല്യാണ വീടിന് ചുറ്റും അലങ്കാരത്തിനായി തോരണങ്ങൾ തൂക്കിയതുപോലെയായിട്ടാണ് കഥാകാരിക്ക് തോന്നുന്നത്. ഇത് വായനക്കാർക്ക് എന്താണ് മഴ പെയ്യുമ്പോഴുള്ള ആ അനുഭവത്തെ എന്താണ് കൺമുന്നിൽ കാണുന്നത് പോലുള്ള ഒരു അനുഭവം ഉണ്ടാക്കാൻ ഈ പ്രയോഗത്തിന് സാധിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അടുത്ത പ്രയോഗം എന്താണ്? കഥാകാരിയുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള മഴയുടെ കഴിവാണ് ഈ പ്രയോഗത്തിലൂടെ വ്യക്തമാക്കുന്നത്. കഥാകാരിയുടെ മനസ്സിലുള്ള വേവലാതികളും ആശാന്ത ചിന്തകളും ഇല്ലാതാക്കി സന്തോഷം നിറയ്ക്കാൻ മഴയ്ക്ക് കഴിയാറുണ്ട്. ഇതിനാലാണ് മഴയേറ്റ് മുറ്റത്തേക്ക് വീഴുന്ന പവിഴമല്ലിപ്പൂക്കൾ തൻ്റെ ഉയിരിലേക്കാണ് വീഴുന്നത് എന്ന് കഥാകാരി പറയുന്നത്. അതായത് മഴയേറ്റ് അല്ലെ മുറ്റത്തേക്ക് വീഴുന്ന എന്താണ് പവിഴമല്ലിപ്പൂക്കൾ എന്ന് പറയുന്നു അല്ലെ. മഴ കൊണ്ട് എന്താണ് അല്ലെ ഇവിടെ മഴത്തുള്ളി ആയിരിക്കാം പവിഴമല്ലിപ്പൂക്കളാകുന്നത്, അല്ലെങ്കിൽ എന്താണ് ചെടിയിലുള്ള പൂക്കളായിരിക്കാം. അത് നിലത്തേക്കല്ല വീഴുന്നത്, ആ മഴയുടെ ഭംഗി ആസ്വദിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിലേക്കാണ് വീഴുന്നത് എന്നാണ് കഥാകാരിക്ക് തോന്നുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മക്കള് എഴുതിക്കൊള്ളണം. ഓക്കെ, അടുത്ത ഒന്നുകൂടെ നോക്കിയടാ. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത്. മഴബന്ധു എന്ന പ്രയോഗം എന്തുകൊണ്ടാണ്? പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധത്തെയാണ് ഇവിടെ മഴബന്ധു എന്ന് ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം. രണ്ടാമത്തത് മഴയുടെ വെള്ളി നൂൽ എന്ന് പറയുന്നത് ഒരു കല്യാണ വീട് അലങ്കരിച്ചതുപോലെയാണ് മഴ പെയ്യുന്ന സമയത്ത് ഓടിറമ്പിലൂടെ എന്താണ് ഒലിച്ചിറങ്ങി താഴേക്ക് വീഴുന്ന മഴത്തുള്ളികൾ ആർക്ക് തോന്നുന്നത്? പ്രിയായസിന് തോന്നുന്നത് എന്ന് എഴുതി വെച്ചാൽ മതി. മൂന്നാമത്തെ ചോദ്യമാണ് ഇപ്പൊ മിസ് പറഞ്ഞത്. എന്താണ്? മഴയത്ത് ഉതിരുന്ന പവിഴമല്ലിപ്പൂക്കൾ മുറ്റത്തേക്കല്ല എൻ്റെ ഉയിരിലേക്കാണ് വീഴുന്നത്. അത് കൃത്യമായിട്ടൊന്ന് നോക്കണം. വരാൻ സാധ്യതയുള്ള ഒരു 4 മാർക്കിന്റെ ചോദ്യമാണ് ഈ ഒരു പ്രയോഗം. മഴ പെയ്ത് കഴിഞ്ഞ് മരക്കൊമ്പുകളിലേക്ക് മഴത്തുള്ളികൾ പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ താഴേക്ക് എന്താണ് പതിക്കുന്നു. മഴത്തുള്ളികളെ ഇവിടെ പവിഴമല്ലിപ്പൂവിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഇപ്പൊ മിസ് പറഞ്ഞില്ലേ, അതായത് മരത്തിലുള്ള ആ എന്താണ് താഴേക്ക് വീഴുന്ന മഴത്തുള്ളികളില്ലേ, അതിനൊരു പവിഴമല്ലിപ്പൂവ് പോലെയായിട്ട് എഴുത്തുകാരിക്ക് തോന്നുകയാണ്. അതാണ് മഴത്തുള്ളിയെയാണ് ഇവിടെ പവിഴമല്ലിയോട് ഉപമിച്ചിരിക്കുന്നത്. അത് തൻ്റെ മനസ്സിലേക്കാണ്, നിലത്തേക്കല്ല വീഴുന്നത്, തൻ്റെ മനസ്സിലേക്കാണ് വീഴുന്നത് എന്ന് എഴുത്തുകാരിക്ക് തോന്നുന്നു. നിലത്തേക്ക് പതിക്കുന്ന മഴത്തുള്ളികൾ പവിഴമല്ലിപ്പൂക്കൾ വിധാനിച്ചതുപോലെ അനുഭവപ്പെടുന്നു. പവിഴമല്ലിപ്പൂവിന്റെ വെണ്മ അല്ലെ, അതായത് ആ പവിഴമല്ലിപ്പൂവിന് എന്താണ് വെളുത്ത നിറമാണ് ആ പൂവിനുള്ളത്. അതേ ഒരു വെണ്മ അല്ലെങ്കിൽ അതേ ഒരു വെളുപ്പ് എന്തിനുമുണ്ട്? മഴത്തുള്ളിക്കും കാണുന്നത് കൊണ്ടാണ് അത് ഉപമിക്കാൻ കാരണം അല്ലെ. എന്താണ്? മഴയത്ത് ഉതിരുന്ന പവിഴമല്ലിപ്പൂക്കൾ മുറ്റത്തേക്കല്ല ഉയിരിലേക്കാണ് വീഴുന്നത് എന്ന വാക്കിലൂടെ മഴയോടുള്ള എഴുത്തുകാരിയുടെ ആത്മബന്ധം നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വേണം എൻ്റെ മക്കൾ വിശദീകരിക്കാൻ. എന്തായാലും ഒരു 4 മാർക്കിനുള്ള രീതിക്ക് മക്കൾ ഈ ഒരു ചോദ്യം പഠിച്ചു വെക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. കുട്ടിക്കാലത്ത് ഓണപ്പൂക്കളമിടാൻ നേരത്ത് കൃത്യമായി ആര് വരും? മഴ വരും. ഈ വാക്യത്തിന്റെ പ്രത്യേകത എന്ത്? മലയാളികൾക്ക് എക്കാലത്തും ഒരുമയോടെ ആഘോഷിച്ച ആചാരമാണ് ഓണം. ഓണക്കാലത്തെ മഴയെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓണം എത്തുന്നത് പോലെ പതിവ് തെറ്റിക്കാതെ മഴയും എന്താണ് ആ സമയത്ത് കൃത്യമായി വരും എന്നാണ് ഈ ഒരു പ്രയോഗത്തിന്റെ അർത്ഥം അല്ലെ. കൃത്യമായി മഴ വരും. ഇനി യക്ഷിമഴ
കൂർത്ത മഴ എന്നീ പ്രയോഗങ്ങൾ മഴയുടെ എന്തെല്ലാം സവിശേഷത കാണാൻ പറ്റും അല്ലെ? കൂർത്ത മഴ എന്ന പ്രയോഗത്തിലൂടെ മഴയുടെ ശക്തിയും തീവ്രതയും, കാരണം അത്രയും കൂർത്ത മഴയാണ്, ആ ശക്തിയെയാണ് എന്ത് കൂർത്ത മഴ എന്ന് ഉദ്ദേശിക്കുന്നത്. യക്ഷിമഴ എന്ന് ഉദ്ദേശിക്കുന്നതോ അതായത് ഈ യക്ഷിമഴയാണെങ്കിലും കൂർത്ത മഴയാണെങ്കിലും മഴയുടെ ശക്തിയെയും തീവ്രതയുമാണ് എന്താ പറയുന്നത്. അതുപോലെ തന്നെ യക്ഷിമഴയാണെങ്കിലും മഴയുടെ ആ ഒരു ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ എന്താ പറയുന്നത് ആകർഷിക്കുന്ന ഒരു മഴയാണ് യക്ഷിമഴ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്താ മക്കളെ യക്ഷിമഴ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്? യക്ഷിമഴ പ്രയോഗം ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആകർഷിക്കുന്ന മഴയെയാണ് സൂചിപ്പിക്കുന്നത്. കൂർത്ത മഴ അതിൻ്റെ ശക്തിയെയും അതുപോലെ തന്നെ തീവ്രതയെയും സൂചിപ്പിക്കുമ്പോൾ യക്ഷിമഴ അതിൻ്റെ ഭയത്തെയും അതിൻ്റെ ആകർഷകത്തെയും സൂചിപ്പിക്കുന്നു. ഇനി ഉപ്പ് ചുവയ്ക്കുന്ന ചിരി എന്നൊരു പ്രയോഗമുണ്ട്, അത് 2 മാർക്കിന് ചിലപ്പോൾ ചോദിക്കും. ഉപ്പ് ചുവയ്ക്കുന്ന ചിരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എഴുത്തുകാരിയുടെ ആ ചിരിയിൽ കണ്ണീരിന്റെ ഉപ്പുണ്ട്. കാരണം സുഖവും ദുഃഖവും ഇടകലർന്നതാണ് ജീവിതം. കാരണം എഴുത്തുകാരിക്ക് എന്താണ്, ഈ മഴ ഇങ്ങനെ ആസ്വദിക്കുന്ന സമയത്തും അവർക്ക് ആ വേദനയുണ്ട്, അസുഖത്തിന്റെ വേദനകളുണ്ട്, ഒരുപാട് പേരുടെ ചോദ്യങ്ങളുടെ വേദനയുണ്ട്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും കലർന്നിട്ടുള്ളതാണ്. മഴ ആസ്വദിക്കുമ്പോഴും അവരുടെ ചിരിയിൽ എന്താണ്, ഒരു ഉപ്പ് കലർന്ന ചിരി ഉണ്ട് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അസുഖത്തിന്റെ വേദനയും അവർക്ക് ജീവിതത്തിൽ ഏൽക്കേണ്ടി വന്നിട്ടുള്ള വേദനകളൊക്കെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും ഇടകലർന്നതാണ് എന്നൊരു ദർശനം കൂടെ ഈ വരികളിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ എഴുതിക്കൊള്ളണം. ഓക്കെ, അപ്പൊ റെഡി ആണല്ലോ? എല്ലാ ചോദ്യങ്ങളും 4 മാർക്കിനും 2 മാർക്കിനും ഒക്കെ വരാവുന്ന ചോദ്യങ്ങൾ മക്കള് വീട്ടിലിരുന്ന് തന്നെ പഠിക്കുക. ഈ ഒരു പാഠഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മാക്സിമം ഇതിലുള്ള പ്രയോഗങ്ങൾ തന്നെ ആയിരിക്കും നമുക്ക് ചോദ്യം വരിക. അപ്പൊ നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ.